ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, യേശുനാമത്തിൽ നിങ്ങളെ ഏവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈവവചനം ശ്രവിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേൾക്കുന്ന ദൈവവചനങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുവാനും നമുക്ക് നല്ല ബോധ്യങ്ങൾ ലഭിക്കുവാനും അങ്ങനെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവഹിതപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്ന് കടന്നു പോകുന്നത്. രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം, യുവാക്കളുണ്ടായിരിക്കാം, കുടുംബജീവിതം നയിക്കുന്നവരുണ്ടായിരിക്കാം, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടായിരിക്കാം, സന്യസ്ത ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തിന്റെ വിവിധ രീതികളിൽ പല വഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ കരം പിടിച്ച് മുമ്പോട്ട് നടത്തുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ പാദങ്ങൾക്ക് ബലം നൽകുന്നത്. ദുർഘടം പിടിച്ച ജീവിത വഴികളിലൂടെ നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ പാദങ്ങളെ ബലപ്പെടുത്തുന്നുവെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 2 വേഴ്സസ് 2. പ്രിയപ്പെട്ടവരെ, അവിടെ വചനം ഇപ്രകാരം പറയാണ്: അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് എസെക്കിയേൽ പ്രവാചകനോട് സംസാരിച്ചപ്പോൾ അവിടെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉടനെ ദൈവത്തിന്റെ ആത്മാവ് എസെക്കിയേൽ പ്രവാചകനിലേക്ക് പ്രവേശിച്ച് അവനെ അവന്റെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 24-ാമത്തെ തിരുവചനവും ഇത് തന്നെയാണ് പറയുന്നത്: അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ എന്റെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ജീവിത വഴികൾ പരിവരിക്കൻ വഴികളിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗാവസ്ഥയിലൂടെ ആയിരിക്കാം, തകർച്ചകളിലൂടെ ആയിരിക്കാം, കണ്ണുനീരിലൂടെ ആയിരിക്കാം, വേദനയിലൂടെ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിലൂടെ ഇന്ന് നമ്മൾ ഇന്ന് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്: പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിത വഴികളിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തും. നമ്മൾ നടക്കേണ്ട വഴിയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, നമ്മളെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്, നമുക്ക് ധൈര്യം പകർന്നു തരുന്നത് പരിശുദ്ധാത്മാവാണ്, ജ്ഞാനവും വിവേകവും തരുന്നത് പരിശുദ്ധാത്മാവാണ്, തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, വിശുദ്ധിയിലും പ്രാർത്ഥനയിലും എളിമയിലും ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ചേർന്ന് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു ദേശത്ത് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുകൂടി കടന്നു പോയപ്പോൾ എന്റെ ജീവിതത്തിലുണ്ടായ ചെറിയൊരു അനുഭവം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ദേശത്തേക്ക് ശുശ്രൂഷയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. അവിടെ ചെന്നപ്പോൾ 2-3 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനമാണ്. അവിടെ വെച്ചൊരു കുടുംബത്തെ എനിക്ക് പരിചയപ്പെടാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ വൈദികനോട് ചേർന്ന് നല്ല ഉണർവോടെ ഉന്മേഷത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന ഈ ദമ്പതികളെ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ അപ്പൊ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം ഒരു അവസരം തന്നു. അങ്ങനെ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതാവസ്ഥകളെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: അവര് അത്യാവശ്യം നല്ല സാമാന്യം തരക്കേടില്ലാത്ത ജോലിയുള്ളവരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, അവർ ആ ദേശത്ത് വന്നിട്ട് കുറെ വർഷങ്ങളായി. പ്രിയപ്പെട്ടവർ, എന്നാൽ അവർ പറഞ്ഞൊരു കാര്യമെന്ന്, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 15ഓളം വർഷങ്ങളായി അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്.
പ്രിയപ്പെട്ടവരെ, അവരിത് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കണ്ണുകളിലേക്ക്, അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ ഒരു ദുഃഖമോ ഒരു പരാതിയോ ഒരു മുറമുറുപ്പോ നിരാശയോ ഒന്നും അവരുടെ മുഖത്ത് എനിക്ക് കാണാൻ സാധിച്ചില്ല. പകരം നല്ല സന്തോഷത്തോടെ, നല്ല ഉണർവോടെ, നല്ല ഉന്മേഷത്തോടെ ദൈവരാജ്യ ശുശ്രൂഷകൾ ചെയ്യുന്നു. അതിനാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നു. അതിനെല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു. അങ്ങനെ ആ ബഹുമാനപ്പെട്ട വൈദികനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന നല്ല ഉണർവുള്ള, നല്ല ഉന്മേഷമുള്ള ഒരു കുടുംബത്തെയാണ് ഞാൻ ആ കുടുംബത്തിൽ, അവരുടെ മുഖങ്ങളിൽ ഞാൻ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. അതായത്, ഞങ്ങള് ഈ ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഈ കാത്തിരിപ്പിന്റെ സമയത്തെ ഞങ്ങൾ ഒരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിന്റെ സമയത്തെ ഒരു അനുഗ്രഹത്തിന്റെ സമയമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ അറിയുന്ന അനേകം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ട്. വലിയ നിരാശയിലും വലിയ ഡിപ്രഷനിലും വലിയ മുറുമുറുപ്പിലും പെറുപെറുപ്പിലും അങ്ങനെ ഒരു നെഗറ്റീവായിട്ടെല്ലാം ജീവിക്കുന്ന അനേകം പേര് ഞങ്ങൾ അറിയുന്നവരുണ്ട്. എന്നാൽ ഞങ്ങള് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ച് മുന്നേറുന്നത് കൊണ്ട്, ഞങ്ങൾ വചനം വായിച്ച് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട്, ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. മാത്രമല്ല, ഇന്ന് ഈ കാത്തിരിപ്പിന്റെ സമയം ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെയുമുള്ളവർക്കും വലിയൊരു അനുഗ്രഹത്തിന്റെ സമയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അവർ പറഞ്ഞ ഈ ഒരു കാര്യം എന്റെ ഹൃദയത്തെ ഏറെ സ്പർശിച്ചു. ഈ കാത്തിരിപ്പിന്റെ സമയത്തെ അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റുക. കാത്തിരിപ്പിന്റെ സമയത്തെ അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റുക. പ്രിയപ്പെട്ടവരെ, വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 26-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് ലാമെന്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 26, വിലാപങ്ങൾ 3:26 വചനം ഇപ്രകാരം പറയുകയാണ്: കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നതാണ് ഉത്തമം. ഞാൻ ആ വചനം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 26-ാം തിരുവചനം, കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നതാണ് ഉത്തമം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കുടുംബത്തിലേക്ക്, ആ ദമ്പതികളിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണ് അവരുടെ ആ കാത്തിരിപ്പിന്റെ സമയം അവര് വലിയൊരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മളിത് ചിന്തിക്കുന്ന വിഷയം ഇതാണ്: കാത്തിരിപ്പിന്റെ സമയത്തെ എങ്ങനെ അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റാം? കാത്തിരിപ്പിന്റെ സമയത്തെ എങ്ങനെയാണ് ഒരു അനുഗ്രഹത്തിന്റെ, അഭിഷേകത്തിന്റെ സമയമാക്കി മാറ്റാനായിട്ട് സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ഇതിന് നമ്മളെ സഹായിക്കുന്ന ചെറിയൊരു വചനഭാഗം ബൈബിളിലുണ്ട്. അത് മറ്റെങ്ങുമല്ല, അത് നമുക്ക് ലൂക്കായുടെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായത്തിലാണ്. ഈ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തില് ഒരു കുടുംബത്തെ ബൈബിള് നമുക്ക് പരിചയപ്പെടുത്തുന്നു. സക്കറിയായുടെയും എലിസബത്തിന്റെയും കുടുംബം. ഈ കുടുംബത്തെ ബൈബിൾ അവതരിപ്പിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 6. അവിടെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: സക്കറിയായും എലിസബത്തിനെയും പരിചയപ്പെടുത്തിയിട്ട് അവിടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരായിരുന്നു. എന്ന് മാത്രമല്ല, അവർ കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു എന്നാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദേവാലയത്തിൽ പോകുന്നവരായിരുന്നു, ദൈവവചനം വായിക്കുന്നവരായിരുന്നു, വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്നവരായിരുന്നു, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരുന്നു, തിരുസഭയോട് ചേർന്ന് ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു വിശ്വസ്തമായ കുടുംബമായിരുന്നു സക്കറിയായുടെയും എലിസബത്തിന്റെയും കുടുംബമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനത്തിലൂടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, തൊട്ടു താഴെ 1-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വചനം 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഈ കുടുംബത്തെ കുറിച്ച്. ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങളെല്ലാം 6-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ട് ചില നെഗറ്റീവ് കാര്യങ്ങൾ ആ കുടുംബത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല, അവർ ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു, എലിസബത്ത് വന്ധ്യയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, ദൈവസന്നിധിയില് നീതിനിഷ്ഠരായിരുന്നു, അവർ കർത്താവിന്റെ പ്രമാണങ്ങളും കർത്താവിന്റെ കൽപ്പനകളെല്ലാം കുറ്റമറ്റ വിധം പാലിക്കുന്നവരുമായിരുന്നു എന്ന് അവരെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടു താഴെ 7-ാമത്തെ വചനം പറയുകയാണ്: അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല, ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു, എലിസബത്ത് വന്ധ്യയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ എലിസബത്തിനെയും സക്കറിയെയും ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: അങ്ങനെ
കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമായിരുന്നു സക്കറിയയുടെയും എലിസബത്തിന്റെയും കുടുംബം എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, വിവാഹം കഴിഞ്ഞിട്ട് അനേക വർഷങ്ങളായി. കാരണം വചനത്തിൽ പറയുകയാണ്, ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു. ഒരുപക്ഷെ വാർദ്ധക്യത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കാം പ്രിയപ്പെട്ടവരെ. വിവാഹം കഴിഞ്ഞ് അനേക വർഷങ്ങളായ ഈ കുടുംബം, ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബം, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഈ കുടുംബത്തെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോയി, ഒരുപക്ഷെ നിരാശയുടെ അല്ലെ പെറുപെറുപ്പിന്റെ അല്ലെ മുറുമുറുപ്പിന്റെ എല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോകാമായിരുന്ന, ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും അവസ്ഥകളിലൂടെ കടന്നു പോകാമായിരുന്ന ഒരു കുടുംബമായിരുന്നു സക്കറിയയുടെയും എലിസബത്തിന്റെയും കുടുംബം. പക്ഷെ പ്രിയപ്പെട്ടവർ, ഈ കുടുംബത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്നെ ഏറെ സ്പർശിച്ച ഒരു കാര്യം തൊട്ട് താഴെ 8-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, അതിന്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവർ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വേദനകളുണ്ട്. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ 8-ാമത്തെ വചനം പറയുകയാണ്, അവർ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, അനുഗ്രഹത്തിന്റെ ഒരു സമയമായിട്ട് ആ കാത്തിരിപ്പിന്റെ സമയത്തെ ആ കുടുംബം എങ്ങനെയാണ് മാറ്റിയതെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. വലിയൊരു കാത്തിരിപ്പിന്റെ സമയമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അവരത് ഒരു അനുഗ്രഹത്തിന്റെ സമയമായിട്ട് മാറ്റിയാൻ കാരണം എന്താണെന്നറിയാമോ? അവർ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നുവെന്ന് 8-ാമത്തെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അങ്ങനെ ഈ കാത്തിരിപ്പിന്റെ സമയത്തെ ഒരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റിയ ഈ സക്കറിയയുടെയും എലിസബത്തിന്റെയും ജീവിതത്തിലേക്ക് 2 അനുഗ്രഹങ്ങളെ കൊടുക്കുന്നത് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ താഴേക്ക് ഈ ബൈബിൾ വായിക്കുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ, 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ 12-ഉം 13-ഉം വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഒരു പുരോഹിതനായിരുന്ന സക്കറിയ തനിക്ക് ധൂപാർപ്പണം ചെയ്യുവാനായിട്ട് അവസരം ലഭിച്ചപ്പോൾ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപാർപ്പണം ചെയ്യുവാനായിട്ട് സക്കറിയ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, ധൂപാർപ്പണ സമയത്ത് ധൂപപീഠത്തിന്റെ വലതുവശത്തായിട്ട് കർത്താവിന്റെ ദൂതൻ നിൽക്കുന്നത് അവൻ കണ്ടു. അവൻ ഭയപ്പെട്ടു. സക്കറിയ ഭയപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നത് സക്കറിയയ്ക്ക് മനസ്സിലായില്ല. ഉടനെ 13-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്: കർത്താവിന്റെ ദൂതൻ സക്കറിയയോട് പറഞ്ഞു, സക്കറിയ, നീ അസ്വസ്ഥനാകേണ്ട, നീ ഭയപ്പെടേണ്ട, കാരണം നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, ഒരുപക്ഷെ പെറുപെറുപ്പിലും മുറുമുറുപ്പിലും പരാതിയിലും നിരാശയിലും കഴിയാമായിരുന്ന തങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്ത് മുമ്പോട്ട് പോയപ്പോൾ അവരുടെ കുടുംബത്തിലേക്ക് ഒരു സദ്വാർത്ത കൊണ്ടുവരുവാൻ ഒരു ദൈവദൂതൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ദൈവദൂതൻ പറയുകയാണ്, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കും, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഹല്ലേലൂയ. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, അനേക വർഷങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ, വിശുദ്ധിയിൽ കാത്തിരുന്നപ്പോൾ, പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ, ദൈവത്തോട് കൂടെ ചേർന്ന് കാത്തിരുന്നപ്പോൾ, ആ കാത്തിരിപ്പിന്റെ സമയത്തെ അനുഗ്രഹത്തിന്റെ ഒരു സമയമായിട്ട് ദൈവം അവരുടെ ജീവിതത്തിൽ മാറ്റി. സ്നാപക യോഹന്നാന്റെ അപ്പനും അമ്മയുമായി തീരുവാനുള്ള വലിയൊരു ഭാഗ്യം സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് ദൈവം കൊടുക്കുന്നത് നമ്മൾ ബൈബിളിൽ കണ്ടു. പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, സ്നാപക യോഹന്നാന്റെ അപ്പനും അമ്മയുമായി തീരുവാൻ ദൈവമായ കർത്താവ് ഈ സക്കറിയ എലിസബത്ത് ദമ്പതികളെ തിരഞ്ഞെടുത്തതിന്റെ ഒരു കാരണം, പ്രിയപ്പെട്ടവരെ, അവരാ കാത്തിരിപ്പിന്റെ സമയത്തെ ഒരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റി. ആ കാത്തിരിപ്പിന്റെ സമയത്തെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റിവെച്ചപ്പോൾ ആ കുടുംബത്തെ ദൈവം അളവില്ലാതെ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2-മതായിട്ട് സ്നാപയോഹന്നാനെ കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ 2-മതൊരു അനുഗ്രഹം കൂടെ ആ കുടുംബത്തിന് ദൈവമായ കർത്താവ് കൊടുക്കുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായം 39 മുതൽ 45 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 39 to 45. പ്രിയപ്പെട്ടവരെ, ആ ചെറിയൊരു പാരഗ്രാഫ് ആ ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: ആ ദിവസങ്ങളിൽ വളരെ തിടുക്കത്തിൽ മറിയം ഒരു മലമ്പ്രദേശത്തുള്ള ഒരു ഭവനത്തിലേക്ക് യാത്ര തിരിച്ചു. പ്രിയപ്പെട്ടവരെ, അവൾ തന്റെ ഇളയമ്മയായിരുന്ന എലിസബത്തിന്റെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു ആനന്ദത്താൽ, സന്തോഷത്താൽ, പരിശുദ്ധാത്മാവിനാൽ കുതിച്ചു ചാടി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ആ ഭവനത്തിലേക്ക് കടന്നു എന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ ഭവനത്തിലേക്ക് കരകവിഞ്ഞൊഴുകി. എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്ന സ്നാപക യോഹന്നാനും പരിശുദ്ധാത്മാ
പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞുവെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തില് ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയിൽ നിന്നും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള ഭാഗ്യം സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക്, ആ കുടുംബത്തിന് ദൈവമായ കർത്താവ് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, 2 അനുഗ്രഹങ്ങൾ തങ്ങളുടെ കാത്തിരിപ്പിന്റെ സമയത്തെ ഒരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റുവാനായിട്ട് ആ ദമ്പതികൾ പരിശ്രമിച്ചപ്പോൾ, ആ കാത്തിരിപ്പിന്റെ സമയം വിരസതയുടെയും അതല്ലെങ്കിൽ മരച്ചിലിന്റെയും അല്ലെ പെറുപെറുപ്പിന്റെയും നിരാശയുടെയും എല്ലാം ആകാമായിരുന്ന ആ സമയത്തെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട്, പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് ചെലവഴിക്കാൻ അവർ തീരുമാനിച്ചപ്പോൾ അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് 2 അനുഗ്രഹങ്ങളെ കൊടുക്കുന്നത് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. സ്നാപക യോഹന്നാന്റെ അപ്പനും അമ്മയും ആയി തീരുവാനുള്ള വലിയൊരു അനുഗ്രഹം. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയിൽ നിന്നും നേരിട്ട് പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്തെ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് കൊടുത്ത് ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമമെന്ന് വിലാപങ്ങൾ 3:26 വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുക, ഇന്നൊരു പക്ഷെ ഞാൻ നിങ്ങളുമെല്ലാം എന്തിനെങ്കിലും വേണ്ടിയെല്ലാം കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലായിരിക്കാം. ഒരു പക്ഷേ വിവാഹം കഴിച്ച് അനേക വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അനേക ട്രീറ്റ്മെന്റുകൾ എടുത്തു, ഒരുപാട് ഡോക്ടേഴ്സിനെ പോയി കണ്ടു. ഇനി ഒന്നുകൊണ്ടും കാര്യമില്ല, ഇനി ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കണ്ട, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്നൊരു പക്ഷേ മെഡിക്കൽ സയൻസ് എഴുതി തന്നിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാമായിട്ട് നിരാശയുടെ അവസ്ഥയിലിരിക്കുന്ന ഒരു ദൈവപൈതലാണ്, ഒരു കുടുംബമാണ് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഓർക്കുക എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നിരാശയുടെ സമയമല്ല, ഇത് ഡിപ്രഷന്റെ സമയമല്ല, ഇത് ഒറ്റപ്പെടലിന്റെ സമയമല്ല, ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്, ഇത് അഭിഷേകത്തിന്റെ സമയമാണ്. ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ച് ഒരുപക്ഷെ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ വചനം കേൾക്കുന്നതെങ്കിൽ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഈ രോഗത്തിന്റെ അവസാനം ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതൊരു അനുഗ്രഹത്തിന്റെ സമയമായിട്ട് ദൈവം നിന്റെ ജീവിതത്തിൽ മാറ്റും. ഒരു പക്ഷേ ഒരു പരീക്ഷയൊക്കെ എഴുതി അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു യുവാവോ യുവതിയോ ആയിരിക്കാം ഒരു പക്ഷേ ഈ വചനം കേൾക്കുന്നത്. അതല്ലെങ്കിൽ അനേക നാളുകളായിട്ട് അധ്വാനിച്ചു, ഒരു സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല, എന്റെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അഭിവൃദ്ധി തരണേ എന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലായിരിക്കാം. ഒരു പക്ഷേ അങ്ങനെ കാത്തിരിക്കുന്ന ഒരു കുടുംബമായിരിക്കാം നിങ്ങളുടെ കുടുംബം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് കടന്നുപോയി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സായി, അല്ലെ അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കടന്നു പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടേത്. പ്രിയപ്പെട്ടവരെ, ഏത് അവസ്ഥയാണെങ്കിലും, അതല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ജീവിതാന്തസ്സിലേക്ക്, ഒരു ഉചിതമായ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ നിങ്ങളേത്. ഏതായാലും ആ കാത്തിരിപ്പിന്റെ അവസ്ഥ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അത് നിരാശയുടെ സമയമല്ല. ഒരുപക്ഷെ അനേക വർഷങ്ങളായിരിക്കാം, അത് പ്രശ്നമല്ല. പ്രിയപ്പെട്ടവരെ, ഈ സമയത്തെ, ഈ കാത്തിരിപ്പിന്റെ സമയത്തെ ഒരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റുവാനായിട്ട് നമ്മൾ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെയാണ് അതിനു വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് ദൈവസന്നിധിയിൽ പ്രധാനപ്പെട്ടത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ഒരു പക്ഷേ ഒരു കുഞ്ഞിന് വേണ്ടിയായിരിക്കാം, ഒരു വീടിന്, നല്ലൊരു വീടിന് വേണ്ടിയായിരിക്കാം, ഒരു സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയായിരിക്കാം, ഒരു പക്ഷേ വിദേശ രാജ്യത്തേക്ക് കടന്നു പോകാൻ വേണ്ടിയായിരിക്കാം, അല്ലെ പരീക്ഷയിൽ നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ശുശ്രൂഷ മേഖലയിലുള്ളവരാണെങ്കിൽ കൂടുതൽ അഭിഷേകത്തിന് വേണ്ടിയായിരിക്കാം, വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയായിരിക്കാം, ദൈവസന്നിധിയിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കാം. എന്തു തന്നെയായാലും അത് എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നതിനേക്കാൾ നമ്മൾ എങ്ങനെയാണ് കാത്തിരിക്കുന്നത് എന്നതാണ് ദൈവസന്നിധിയിൽ പ്രധാനപ്പെട്ടത്. അതനുസരിച്ചാണ് കർത്താവ് നമുക്ക് പ്രതിഫലം തരുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മൾ കാത്തിരിക്കുക? നമ്മൾ കാത്തിരിക്കുന്ന സമയം ഒരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റണമെന്ന് ഈശോ ഇന്ന് നിങ്ങളോടും എന്നോടും ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ബൈബിളിലെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. അത് ഈശോയുടെ ശിഷ്യന്മാരായിരുന്ന അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മരണം അപ്പസ്തോലന്മാരെ വലിയ ദുഃഖത്തിലാഴ്ത്തി. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക, ഈശോയുടെ മരണത്തിന് ശേഷം ശിഷ്യന്മാർ ചിതറിക്കപ്പെട്ടു. കുറച്ചുപേരൊക്കെ എമ്മാവൂസിലേക്ക് തിരിച്ചുപോയി, കുറച്ചുപേരൊക്കെ അവരുടെ പഴയ തൊഴിലിലേക്കൊക്കെ തിരിച്ചു പോകുന്നത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അവര് യഹൂദരെ ഭയപ്പെട്ട് കഥ കടച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. വലിയ അസ്വസ്ഥതകൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയി, വലിയ വലിയ അസ്വസ്ഥപ്പെടുന്ന ചിന്തകൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. വലിയ ഭാരത്തിലും വലിയ വിഷമത്തിലും സംശയത്തിലും ഒക്കെ ആയിരുന്നു അപ്പസ്തോലന്മാരെന്ന് നമുക്ക് വചനം വായിക്കുമ്പോൾ
പ്രത്യേകിച്ച് നമ്മൾ ഗോസ്പൽ വായിക്കുമ്പോൾ, സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വളരെ അസ്വസ്ഥപ്പെട്ടിരുന്ന, ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിരുന്ന, വലിയ ഭാരത്തിലായിരുന്ന, വലിയ വിഷമത്തിലായിരുന്ന, വലിയ ഞെരുക്കത്തിലായിരുന്ന ഈ ശിഷ്യന്മാരുടെ മധ്യേ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ അവർക്കൊരു വാഗ്ദാനം കൊടുക്കുന്നത് വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷത്തിൽ 24-ാം അധ്യായം 49-ാം വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49-ാം തിരുവചനം. അവിടെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. പിതാവിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 4-ഉം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വചനവും സെയിമാണ്. അവിടെ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുവിൻ. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സ്വർഗാരോഹണത്തിന് മുന്നേ ശിഷ്യന്മാർക്ക് ഈശോ കൊടുത്തിരുന്ന നിർദ്ദേശമായിരുന്നു ഇത്. എന്നാൽ ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ ശിഷ്യന്മാരെ നമ്മൾ പല സ്ഥലങ്ങളിലും ബൈബിളിൽ കണ്ടുമുട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ ഭയത്തിലായിരുന്ന, വളരെ വിഷമത്തിലായിരുന്ന, വലിയ ഞെരുക്കത്തിലായിരുന്ന, വലിയ ഭാരത്തിലായിരുന്ന ശിഷ്യന്മാരായിരുന്നു ഈശോയുടെ സ്വർഗാരോഹണത്തിന് മുന്നേ. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദാനത്തെ സ്വീകരിച്ച ശിഷ്യന്മാരുടെ ബിഹേവിയർ, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ജീവിത രീതി, അവരുടെ സംസാരം എല്ലാം മാറി മറിഞ്ഞുവെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായം 53-ാം തിരുവചനം. അവിടെ വചനം പറയുകയാണ്, ശിഷ്യന്മാർ സദാസമയവും ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് കൊണ്ടിരുന്നു. അവർ സദാസമയവും ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിരുന്നു. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നിരാശയിലായിരുന്ന ശിഷ്യന്മാർ, വലിയ വിഷമത്തിലായിരുന്ന ശിഷ്യന്മാർ, ഈശോയുടെ മരണമുണ്ടാക്കിയ വലിയ വിഷമമെല്ലാം മാറി പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനത്തെ സ്വീകരിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ശിഷ്യന്മാർ എങ്ങനെയാണ് കാത്തിരുന്നതെന്ന് നോക്കിക്കേ. അവർ പ്രാർത്ഥിച്ചു കാത്തിരുന്നു, അവർ ദേവാലയത്തിൽ കാത്തിരുന്നു, അവർ ഒന്നിച്ച് ആ ഒരു കമ്മ്യൂണിയനിൽ, ആ ഒരു ഫെലോഷിപ്പിൽ ഒന്നിച്ച് കാത്തിരുന്നു എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 1-ാം അധ്യായം 14-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, അവിടെ പിന്നെയും ബൈബിൾ നമ്മളെ കാണിച്ചു തരുന്ന ഒരു ചിത്രമുണ്ട്. അവിടെ വചനം പറയുകയാണ്, യേശുവിടെ ശിഷ്യന്മാർ അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം ഒന്നിച്ച് പ്രാർത്ഥിച്ചു കാത്തിരുന്നു. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, അവര് യേശുവിടെ അമ്മയോട് കൂടെ, മറ്റ് സഹോദരന്മാരോട് കൂടെ, വിശ്വാസ സമൂഹത്തോട് കൂടെ ഒന്നിച്ച് പ്രാർത്ഥിച്ചു കാത്തിരുന്നു എന്നാണ് ശിഷ്യന്മാരെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം തിരുവചനം പറയുക. നോക്കിക്കേ, പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന അപ്പസ്തോല സമൂഹം, വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ഒരു അപ്പസ്തോല സമൂഹം, ദേവാലയത്തിൽ ഒരു ദൈവിക ഇടപെടലിനായി, പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് കാത്തിരിക്കുന്ന അപ്പസ്തോല സമൂഹം. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനം. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. നോക്കിക്കേ, പിന്നെയും ബൈബിൾ നമ്മളോട് പറയുകയാണ്, പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ, യഹൂദന്മാരുടെ പെരുന്നാളാണ്, നമുക്ക് തിരുനാൾ ദിനമാണ്, നമുക്കറിയാം. അന്നും ശിഷ്യന്മാർ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, അവർ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ, അവർ ഒന്നിച്ചൊരു സമൂഹമായിട്ട് ഒന്നിച്ച് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരുന്നപ്പോൾ, അവർ ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, പന്തക്കുസ്ത ദിനത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞുവെന്ന് അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് ജെറുസലേമിൽ പത്രോസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സുവിശേഷ പ്രഘോഷണം 2025 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും ലോകത്തിന്റെ അതിരുകൾ ഭേദിച്ച് എല്ലായിടത്തേക്കും ദൈവത്തിന്റെ സുവിശേഷം ചെന്നെത്തുവാൻ ഇടയായി. ഹല്ലേലൂയ. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാർ തങ്ങളുടെ ആ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പിന്റെ സമയത്തെ ഒരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റിയില്ലേ? ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒരു കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദേവാലയത്തിൽ വിശ്വാസത്തിൽ നിലനിന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം അവരിലേക്ക് വർഷിക്കപ്പെട്ടു. കാത്തിരിപ്പിന്റെ സമയത്തെ ഒരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റിയ അപ്പസ്തോലന്മാർ. ബൈബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ അനേകം പേര് പ്രിയപ്പെട്ടവരെ അവരുടെ കാത്തിരിപ്പിന്റെ സമയത്തെ അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റിയ അനേകം പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ നമ്മളെ തന്നെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവചനം. അവിടെ ഈശോ തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയാണ്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി നിങ്ങൾ കാത്തിരിക്കുവിൻ.
പ്രിയപ്പെട്ടവരെ, തന്റെ ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. നമ്മൾ അപ്പോസ്തല പ്രവർത്തനം വായിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അങ്ങനെ കാത്തിരുന്ന സ്ലീഹന്മാരുടെ മേലാണ് പന്തക്കുസ്താ ദിനത്തില് പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകം കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കുന്നത് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. കാത്തിരുന്നവർക്കാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ സ്വീകരിക്കുവാൻ സാധിച്ചത് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഈ കാത്തിരിപ്പിന്റെ സമയത്തെ നമുക്കൊരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റാം. പ്രിയപ്പെട്ടവരെ, കാത്തിരിപ്പിന്റെ സമയം നിരാശയുടെ സമയമല്ല. കാത്തിരിപ്പിന്റെ സമയം മുറുമുറുക്കാനോ പിറുപിറുക്കാനോ പരസ്പരം പഴിചാരാനോ കുറ്റപ്പെടുത്താനോ ഉള്ള സമയമല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയോട് ചേർന്ന് കാത്തിരിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് കാത്തിരിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. പ്രിയപ്പെട്ടവരെ, എളിമയോടെ നമുക്ക് കാത്തിരിക്കാം. നമ്മൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതല്ല പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ടത്, മറിച്ച് നമ്മൾ എങ്ങനെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഞാനത് ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നതിനേക്കാൾ നമ്മൾ എങ്ങനെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞ് അനേക വർഷമായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ പഠിച്ചു, ഏറെ നാളായിട്ട് പഠിച്ചു, അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ ടെസ്റ്റുകളെല്ലാം പാസ്സായി വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവപൈതലായിരിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് മേഖലയിലായിരിക്കുന്ന ഒരു വ്യക്തി, ആ ബിസിനസ്സിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ. ഒരു പക്ഷേ അതല്ലെങ്കിൽ ഏതൊരു ജോലി ചെയ്യുന്നു, ആ ജോലി മേഖലയിൽ ഒരു ഉയർച്ച ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ. ഈ നിമിഷങ്ങളിൽ ഏത് മേഖലയിലേക്കാണോ ഒരു ദൈവിക ഇടപെടൽ എന്റെ ദൈവ പൈതലെ നീ ആഗ്രഹിക്കുന്നത്, ആ മേഖല ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ കാത്തിരിപ്പിന്റെ സമയത്ത് നമുക്കൊരു അനുഗ്രഹത്തിന്റെ സമയമാക്കി മാറ്റാം. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ. അതേത് അസാധ്യമായ മേഖലയാണെങ്കിലും ഇപ്പോൾ ഈശോയുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ കൊടുക്കുക. ഒരു പക്ഷേ ഒരു രോഗാവസ്ഥയിൽ കടന്നു പോകുന്നു, ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവപൈതലായിരിക്കാം. ആ മേഖലയെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. മാലാഖമാരോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, വിശുദ്ധാത്മാക്കളോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി. ഞങ്ങൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളെ ഈശോയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവിക ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന ഞങ്ങൾ വിശ്വാസത്തിൽ കാണുകയാണ്. അനേക വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന മേഖലകൾ, ഒരു പക്ഷേ അസാധ്യമെന്ന് ഞങ്ങൾ കരുതുന്ന മേഖലകളിലേക്ക് ഒരു ദൈവിക ഇടപെടൽ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ആണിപ്പഴുതുള്ള കരങ്ങൾ ഇപ്പോൾ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ ഇപ്പോൾ അങ്ങ് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുരക്തത്താൽ ഇപ്പോൾ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ വചനങ്ങളെ അയച്ച് വ്യക്തി ജീവിതങ്ങളെ, കുടുംബങ്ങളെ ഇപ്പോൾ കഴുകി വെണ്മയുള്ളതായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ കാത്തിരിപ്പിന്റെ ഈ സമയത്ത് നമ്മുടെ കൂടെ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ കാത്തിരിക്കും. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിത മേഖലയിലേക്ക് വലിയ ദൈവിക ഇടപെടലിന് വേണ്ടി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ.